5:40 വണ്ടി കൊടുക്കാം. 5:30 ചോദിക്കണം, 5:40 കൊടുക്കാം. 10 മോഡൽ കേരള വണ്ടിയാണ്, ടൈപ്പ് 4 ആണ്. അടിപൊളി വീലും അലോവീലും ടച്ച് സ്ക്രീനും ഒക്കെ ചെയ്തിരുന്ന്, സിറ്റി കാറും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന് 50 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. 8.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 8.25 കൊടുക്കും ചെയ്യാം. 25,000 ഇതിമ്മലും ഏറെ കൊടുക്കും. 25,000 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാം. 12 സംതിങ് വില വന്നിട്ടുള്ള പുതിയ വണ്ടി ഇന്ന് മാർക്കറ്റിൽ 9.5 10 ഉള്ളിൽ വിൽപ്പന ഉള്ള വാഹനമാണ്. നമ്മളിപ്പോ 7,90,000 രൂപ. ആക്സിഡന്റ് റീപ്ലേസ് ബ്ലഡ് കാര്യമൊന്നുമില്ല. 1.18 ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് XUV കേട്ടോ, അതും സിംഗിൾ ഓണർ. 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കണം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഉറപ്പ് മുടക്കാതെ 5.25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഇഗ്നസ്, അതും ഓട്ടോമാറ്റിക് തരുവാണല്ലോ. നമുക്കിപ്പോ ഓഫർ റേറ്റ് 490 കൊടുക്കാം. 20-21 വണ്ടി 490 കൊടുക്കാം. ഇത് നമുക്ക് 390 അത്ര ചോദിക്കുന്നത്. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ ബ്ലാക്ക് അൾട്ടിസ് തപ്പി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളങ്ങനെ വീണ്ടും കഴിഞ്ഞ വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് 15-16 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് പണ്ടിനൊക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം നമ്മളെ കൂടുതൽ സെമീർ അടിപൊളി മയൽ, അടിപൊളി ഓഫറാണ്. നേരത്തെ വീഡിയോ ഇട്ടല്ലോ, ഒരുപാട് ആളുകൾ നമ്മൾക്ക് ഈ ലോണിന് മാത്രമായിട്ട് വിളിച്ചിട്ടുണ്ട്. എത്രയും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് എങ്ങനെ ലോൺ കൊടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇതിന്റെ ഏജന്റുമാരും ആരുമില്ല. ഡയറക്റ്റ് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, കേരളത്തിൽ ഇതിലും വില കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പണി ഒന്ന് എടുത്തു. അത്ര ഗ്യാരണ്ടിയാണ്. പെർ ലാഖിന് സിബില് കറക്റ്റ് ഉള്ള ആളുകളെ കാര്യം പറഞ്ഞ് അടിപൊളി സിബില്, നല്ല പ്രൂഫ്, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടിപൊളിയായി. അവർക്കുണ്ടല്ലോ പെർ ലാഖിന് 2,200 രൂപന്റെ താഴെയായിട്ട് നമുക്ക് EMI കൊടുക്കാൻ പറ്റും. പുതിയ വണ്ടി ഷോറൂമിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഷോറൂമിൽ ഈ ഒരു EMI റേറ്റിന് കുറവായിട്ട് എവിടെയെങ്കിലും കാണിച്ചു തരാണെങ്കിൽ ഞാൻ പണിയൊന്നും നിർത്തും. അത്ര ഗ്യാരണ്ടിയാണ്. മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂർ തന്നെ പെരിന്തൽമണ്ണ റോഡില് റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരിവാൻ റോഡ് 200 മീറ്റർ നമ്മുടെ വീട്ടിൽ തന്നെ പരിപാടി. എല്ലാ ഓഫറുകളും കൊടുക്കാണ്. ഒരു 90% വണ്ടികളും മാക്സിമം ലോൺ കിട്ടുന്ന വാഹനങ്ങളാണ്. അതിൽ തന്നെ 25-30 വാഹനങ്ങൾ ഫുള്ള് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഒരു 5 വണ്ടി ക്യാഷ് ബാക്കും കിട്ടും. അത് 4 ലക്ഷം സാധാരണ 5 ലക്ഷം 6 ലക്ഷം വേറെ വണ്ടി 2 ലക്ഷം 3 ലക്ഷം അങ്ങോട്ട് കിട്ടുന്ന വാഹനങ്ങൾ നിലവിൽ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മാക്സിമം വാഹനങ്ങളും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ്. എന്തെങ്കിലും ആക്സിഡന്റോ ക്ലെയിമോ റീപ്ലേസോ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. ടോട്ടൽ ലോസ് വാഹനങ്ങൾ, ഫ്ലഡ് വാഹനങ്ങൾ നമ്മൾ നിലവിൽ കയ്യിൽ ഒന്നും സ്റ്റോക്ക് ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. മറക്കാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കുന്നത്. വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് പാർട്ടിൽ നമ്മള് ഫസ്റ്റ് വണ്ടിയുള്ള അടിപൊളി ജീപ്പ് കോമ്പസ് ആണ്. ഒരു അമേരിക്കക്കാരൻ പയ്യൻ നമ്മളെ കൂടുതൽ സെമീർ ഭായി നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമായിട്ട് അടിപൊളിയായിട്ട് പോകുന്നു. കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കച്ചവടത്തിനേക്കാൾ കൂടുതൽ കസ്റ്റമർ സർവീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഞാൻ അവിടുന്ന് വണ്ടി എടുക്കാം, നമുക്ക് ഇവിടുന്ന് ലോൺ ചെയ്ത് തരാൻ പറ്റും നോക്കുന്നത്. ഞാനല്ല ലോൺ ചെയ്യുന്നത്. ബാങ്കില് മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് മറ്റേ മാനേജർമാരും ഡയറക്റ്റ് ഹെഡ് ഓഫീസിലൊക്കെ വിളിച്ചിട്ട് നമുക്ക് മാക്സിമം ഇൻട്രസ്റ്റ് നല്ല വില കുറവിലാണ്. അതിന് കസ്റ്റമർ വണ്ടി എടുക്കുമ്പോ ലാഭം ഉണ്ടാവും, പക്ഷെ ഇൻട്രസ്റ്റ് ഇടുമ്പോ ലാഭം കുറയണവർക്ക്. അപ്പൊ ആ ഒരു പരിപാടിയാണ് ഇതില് വെല്ലുവിളിയായിട്ട് നമുക്ക് നിന്നിരുന്നത്. അത് നെഗറ്റീവ് ലെവലായിപ്പോ. അപ്പൊ ഇനി പേടിക്കേണ്ട, പുത്തൻ വണ്ടിയുടെ ഇൻട്രസ്റ്റ് റേറ്റില് സെക്കൻഡ് ഹാൻഡ് വണ്ടിയിൽ കൊണ്ടുപോട്ടെ. 1,200,000 രൂപയാണ് വരുന്നുള്ളൂ. അതായത് 750 സിബിലും അത്ര തന്നെ ബാങ്കിങ്ങും നല്ല പ്രൊഫൈലും ഉള്ള ഒരു കസ്റ്റമർ നമ്മളെ മുന്നിൽ വന്നോ, അയാൾക്ക് 6.5% ഇൻട്രസ്റ്റിൽ നമുക്ക് കേരളത്തിൽ ഞാൻ ഇവിടെ ചെയ്യുന്ന ആദ്യം കേട്ടോ, കുറച്ച് എല്ലായിടത്തും ഇല്ല ചെയ്യണില്ല. ഫസ്റ്റ് ജീപ്പ് കോമ്പസ് ആണ്, ചോപ്പ് കളർ 17 ലാസ്റ്റ് ലിമിറ്റഡ് ഓപ്ഷൻ വരുന്ന വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ചിന്തിക്കല്ല 1.2 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു അനക്കം ബാക്കിൽ നിന്നാവില്ല. രാജാവായിട്ട് പോവാ. ഒരു പ്രസൻസ് പറഞ്ഞാൽ റോഡ് പ്രസൻസ് റെഡ് കളറിൽ ഈ വാഹനം അങ്ങനെ വണ്ടി തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ ആരും ഒന്നും നോക്കാതെ പോകൂല. ഈ 2000
17 ലാസ്റ്റ് ലിമിറ്റഡ് പറയുമ്പോ പിന്നെ പുഷ് ബട്ടണ്, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഇതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഈ ഒരു വാഹനം 12.5 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചിരുന്ന റേറ്റ് ആണ്. 12 റുപ്യക്ക് ഈ വാഹനം കൊടുക്കാം. 50,000 പിന്നെ കുറച്ചു കൊടുക്കുക. കസ്റ്റമർ വണ്ടി ഇല്ലാത്തതിന്റെ പേരിൽ ജീപ്പ് കോമേഴ്സ് ഒന്നും കൊടുക്കാതെ പൈസ കസ്റ്റമർക്ക് പ്രശ്നമല്ല. വണ്ടി കസ്റ്റമർ നല്ല കണ്ടീഷൻ, നല്ല വണ്ടികൾ കൊണ്ടുവരും. അത് റീപ്ലേസ്, ഗ്ലാസ്, ഡോറ്, ബോണ്ട് അങ്ങനത്തെ ഒന്നും റീപ്ലേസ് ഇല്ല കേട്ടോ. ഇതൊക്കെ നോക്കി ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി വണ്ടി ഹിസ്റ്ററി എടുക്കണം. പോരാത്തതിന് ക്ലെയിം ഹിസ്റ്ററി, ഇൻഷുറൻസ് എടുക്കണം. വണ്ടി ഇറങ്ങിയത് മുതൽ ഇങ്ങനെ ക്ലെയിം ഹിസ്റ്ററി എടുത്തിട്ട് ചെക്ക് ചെയ്യണം. അത് ആർക്കും അറിയില്ല. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. 23 ഇൻഷുറൻസ് കമ്പനി ഡയറക്റ്റ് ടൈപ്പാണ്. ഒരു പേടി മേടിക്കുന്ന 90% ഡിസ്കൗണ്ടിൽ നമുക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഇപ്പൊ. 90% ഡിസ്കൗണ്ടിൽ വേറെ ഒരാൾക്കും കൊടുക്കാറില്ല, നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഏതൊരാളാണെങ്കിലും ഏത് ഡീലർ ആണെങ്കിലും 80% മുകളിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ 90% ഞാൻ ചെയ്തു കൊടുക്കും. എനിക്കതിമ ലാഭം വേണ്ടാന്ന്, എന്നെ എനിക്ക് ലാഭം അയിമെന്നല്ലാന്ന്. അതുകൊണ്ട് എനിക്ക് ലാഭം അയിമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇൻഷുറൻസിന് ലാഭം വേണ്ട, ഫിനാൻസിന് ലാഭം വേണ്ട. കസ്റ്റമർക്ക് വണ്ടി നമുക്ക് ഒരു 10 റുപ്യ വാങ്ങണമെങ്കിൽ 10 റുപ്യ വാങ്ങണമെങ്കിൽ 12 റുപ്യന്റെ പണി നമ്മൾ ചെയ്യും. 10 റുപ്യ നമ്മൾ ലാഭം വാങ്ങണമെങ്കിൽ 12 റുപ്യന്റെ ജോലി നമ്മൾ ചെയ്തിട്ടാണ് 10 റുപ്യ ലാഭം വാങ്ങണുള്ളൂ. അതാ പറഞ്ഞത്, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടാണ് ഇവിടെ കുത്തിറക്കുന്നത്. എല്ലാം നമ്മൾ കറക്റ്റ് അപ്ഡേറ്റ് ആണ്. അടുത്ത വണ്ടി വീണ്ടും ഫോർച്യൂണർ. എന്താ ഫാൻസ്, ഇതും കേരള ഒറിജിനൽ കേരള വണ്ടിയിലെ, അതും സിംഗിൾ ഓണർ. ഇതിപ്പോ നമ്മള് ബ്ലാക്ക് എഡിഷൻ വണ്ടി. സീറ്റ് കവർ ഇപ്പൊ പുത്തൻ സീറ്റ് കവർ എടുത്തിട്ടുള്ളൂ. ടെസ്റ്റ്, പുതിയ ടെസ്റ്റ് 2 മാസം 3 മാസം കഴിഞ്ഞ ടെസ്റ്റ് ആണ്. പുതിയ ടാക്സും അടിച്ചിരിക്കുന്നത്. ഒരു പേടി പേടിക്കണ, കാണിച്ചു കൊടുക്കാൻ വണ്ടി. ഇതൊക്കെ നിങ്ങളിങ്ങനെ കണ്ടാ നമ്മളങ്ങനെ ശരിക്കും കാണും. അജാതി വണ്ടി, കണ്ണാടന ഗ്ലാസിന്റെ ആവശ്യം വരില്ല. അമ്മാരി സെറ്റപ്പുള്ള വണ്ടി നോക്കിയാൽ നമ്മൾ കാണുന്നത്. ഒരു തറവാടിന്റെ നമ്പർ കണ്ടില്ലേ? 2009 മോഡല്. ഒരു സാധനം റീപ്ലേസ് വണ്ടിയല്ല, ഗ്ലാസ് പൊട്ടി കിടക്കേണ്ടത് നമ്മൾ മാറ്റിട്ടേ കൊടുക്കുള്ളൂ. കമ്പനി ഹിസ്റ്ററി ഉള്ള വേണം. അതായത് ഇപ്പൊ ഈ 4-ാം മാസം വരെ ഷോറൂമിൽ നിന്ന് ഇപ്പൊ ലാസ്റ്റ് സർവീസ് 3.5 ലക്ഷം കിലോമീറ്ററിന്റെ സർവീസ് ചെയ്തിട്ടുണ്ട്. 5, 10, 15, 20, 25, 30 അങ്ങനെ ഒരു സർവീസ് പോലും പുറത്തുനിന്ന് ചെയ്തില്ല. ഇതിലെ സീറ്റ് കവർ മാത്രമേ ഞാൻ എടുത്തിട്ട് ചെയ്തു. പുറത്തുനിന്ന് ആൻഡ്രോയിഡ് സെറ്റും ചെയ്തു, ക്യാമറയും ചെയ്തു. അല്ലാത്ത ഒരു സർവീസ് ഇതിന് പുറത്തുനിന്ന് കയറിയില്ല. അങ്ങനത്തെ ഒരു കിടക്കാച്ചി വണ്ടി ഒന്ന് പോളിഷ് ചെയ്തിട്ടുണ്ട്, ടച്ച് ആൻഡ് പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല മെക്കാനിക് എന്ന് പറഞ്ഞാല് ഒരു 1 ലക്ഷം കിലോമീറ്റർ ഓടി ഫോർച്യൂണർ സ്റ്റാർട്ട് ആക്കിയ സൗണ്ടാണ് ഇപ്പോഴും. പറയുന്നത് അത്രയും പറയുന്നത് കമ്പനിയിൽ തന്നെ അതിന്റെ കംപ്രസർ, കണ്ടൻസർ, കൂളിംഗ് ഓയിലൊക്കെ എസിന്റെ ഭാഗം ഫുള്ള് കമ്പനി തന്നെ മാറ്റി. കാരണം അതിന്റെ എന്തെങ്കിലും ചെറിയ ഇത് വന്നപ്പോൾ കമ്പനി തന്നെ ഫുള്ള് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വണ്ടി നമുക്ക് 9.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. കേരള വണ്ടി കേട്ടോ, സിംഗിൾ ഓണർ ആണ്, ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉള്ള വണ്ടി. 9.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. നല്ല 7 ലക്ഷം വരെ ലോൺ കയറും. ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, ഒരു 3-3.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുന്ദരമായിട്ട് അടിപൊളി ഫോർച്യൂണർ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടിയാണ്. അത് നമ്മൾ എടുത്തു കൊടുക്കും. ആ കസ്റ്റമർക്ക് ആണെങ്കിൽ അതൊന്നും വിഷയമല്ല. റിന്യൂവൽ ആകെ നേരിട്ട് പോകും. നമ്മൾ ഡയറക്റ്റ് പോകുകയാണെങ്കിൽ 750 റുപ്യന്റെ ചെലവുള്ളൂ. അത്രേ ഉള്ളൂ. കസ്റ്റമർക്ക് ഒരു 1000 റുപ്യ ഉണ്ടെങ്കിൽ വണ്ടി റിന്യൂവൽ എടുക്കാൻ ടാക്സ് പുതിയ എടുത്തിരുന്നു. അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ടാക്സ് പുതിയത്, ടെക്സ്റ്റ് പുതിയത്, എല്ലാ ഭാഗം പുതിയത്. വണ്ടി കണ്ട ഒരു 2021 വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വാരിയൊക്കെ ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി. അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് കളറാണ്. അതെ, എത്ര കറക്റ്റ്? 18 ലാസ്റ്റ് മോഡല്, ഓണർ സിംഗിള്, 1.6 XX വരുന്ന വണ്ടി, ന്യൂ മോഡലിലെ ക്രെറ്റ. അതായത് 15 ഒരു ഷേപ്പ് ഇറങ്ങി, അത് നമ്മളെടുത്തിട്ടുണ്ട്. 18 പുതിയ ഷേപ്പ് ഇറങ്ങി, അതും നമ്മളെടുത്തിട്ടുണ്ട്. 20 ഷേപ്പ് ഇറങ്ങി, അതും നമ്മളെടുത്തിട്ടുണ്ട്. അപ്പൊ 4 ക്രെറ്റ, 5 ക്രെറ്റ ഉണ്ട്. ബാക്കിയുള്ള ക്രെറ്റ വീഡിയോ മൊത്തം വണ്ടികളാണ്. ഒരുമിച്ചിങ്ങനെ വെറും കറ്റാക്കണ്ടെന്ന് എഴുതിയിട്ട് നമ്മള് മാറ്റി ചെയ്യുന്നത്. ഇത് 2018 ലാസ്റ്റ് ഡീസൽ 1.6 KL 36 വണ്ടി. ഡീസലിന് ഒരു 18 കിലോമീറ്റർ കൺഫേം മൈലേജ് കിട്ടുന്നുണ്ട്. മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസോ ബ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ഹിസ്റ്ററി സർവീസ് ഉണ്ട്. ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കാം. ടയർ ഭാഗങ്ങൾ ഇപ്പൊ കിടക്കുന്ന ടയർ നോക്കണ്ടെങ്കിൽ 4 വിച്ചിന്റെ ടയർ എടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കും. ആ അടിപൊളി വാഹനം.
ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. 1.6 ആകുമ്പോൾ ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS, മിറർ ഫോൾഡിംഗ്, ഇലക്ട്രിക്കൽ മിറർ, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, റിവേഴ്സ് ക്യാമറ, സെൻസർ, നമ്മൾ പറഞ്ഞ പറയാത്തത് എല്ലാ ഓപ്ഷനും വരുന്ന വാഹനമാണ്. 10:30, 10:45, 11 വരെ വിൽപ്പന ഉള്ള വണ്ടിയാണ്. 9:45 ഈ വാഹനം കൊടുക്കാം. 11 ലക്ഷം വരെ IT ഇൻകം പ്രൂഫ് ഉള്ള ആൾക്കാണെങ്കിൽ 11 ലക്ഷം വരെ ലോണും കയറും. ഒരു 1.5 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം എന്തായാലും കൺഫേം ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. ക്യാഷ് ബാക്ക് IT ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ 9:45 ഈ വണ്ടിയും കൊണ്ട് കസ്റ്റമർക്ക് കൊണ്ടുപോകാം. കുറച്ചും കൊടുക്കാം. കൊടുക്കാം. കസ്റ്റമർ കൊണ്ടുപോട്ടെ. ഓണം ഓഫറിൽ കൊടുക്കുകയാണ് എല്ലാ വാഹനവും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങളെ സിബിലും നിങ്ങളെ ബാങ്കിങ്ങും നിങ്ങളെ പ്രൊഫൈലും പക്കയാണെങ്കിൽ 6.5 ഇൻട്രസ്റ്റിൽ കേരളത്തിൽ ഞാനല്ലാതെ വേറെ ഒരാൾ ഇപ്പട്ടോ. ഇനി നമ്മളിത് തുടർന്ന് വരുമ്പോ എല്ലാരും ആ നിർബന്ധിതാകാണ് കിട്ടും. അപ്പൊ പിന്നെ കിട്ടും. ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ഞാൻ തന്നെ തുടങ്ങുന്ന ഇങ്ങനെ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് ഷമീർ ഭായി വരുന്നില്ലേ. അടുത്ത വണ്ടി ഹോണ്ടയുടെ WR 3-4 കാണുന്നുണ്ട്. വണ്ടിന്റെ മുകളിൽ സൺറൂഫും ഉണ്ട്, ഒന്നിന് സൺറൂഫ് ഇല്ലാത്തതുണ്ട്. 6 ലക്ഷം രൂപന്റെ എല്ലാ വണ്ടിയും സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല. 2018 12 മാസം സിംഗിൾ ഓണർ, ഫുൾ കമ്പനി ഹിസ്റ്ററി, 4 പുത്തൻ ടയർ, VX ഓപ്ഷൻ വരുന്ന ഡീസലിലുള്ള ഫുൾ ഓപ്ഷൻ വണ്ടി, ടച്ച് സ്ക്രീന്, ലെതർ സീറ്റ്, ഡാഷ്ബോർഡ് ക്യാമറ വരെ വരുന്നുണ്ട്. ഡാഷ്ബോർഡ് ക്യാമറ ഉണ്ട്, അതായത് നല്ല വില പിടിപ്പുള്ള ക്യാമറയാണ്. ഇതുവരെ വരുന്ന വാഹനമാണ്. ഓഫർ റേറ്റിന് കൊടുക്കും ചെയ്യാം. 8.4 ലക്ഷം രൂപക്ക് WRV സൺറൂഫ് ഉള്ള റീപ്ലേസ് ഇല്ലാത്ത നല്ല ഫാൻസി നമ്പർ ഉള്ള സിംഗിൾ ഓണർ വണ്ടി 8.4 ലക്ഷം രൂപക്കാണ് കൊടുക്കുക. 24 കിലോമീറ്റർ പെർ ലിറ്ററിൽ മൈലേജും കിട്ടും. എല്ലാ മൈലേജ് ഈ ഒരു പെട്രോൾ കൂടി നമ്മൾ പെട്രോളിനാകുമ്പോ അത്ര മൈലേജ് കിട്ടില്ല. ഇത് പെട്രോള്, ഇത് BS4 ആണ്, ഡീസൽ ആണ്, 1.5 ആണ് എഞ്ചിൻ CC വരുന്നത്. ഒരു മെക്കാനിക്ക് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി എടുത്താൽ ഒരു 100 രൂപ ചെലവാക്കാറില്ല. നമ്പർ പ്ലേറ്റ് ഈ നിൽക്കുന്നുണ്ട്, ഞാൻ മാറ്റി തരും. ക്ലിയർ ആക്കാൻ തരും. പിന്നെ കസ്റ്റമർ ഹാപ്പി ആയി കൊണ്ടുപോകട്ടെ, ചെയ്യാൻ പാടില്ല. ഒരു 5 കൊല്ലം 10 കൊല്ലത്തിന് വണ്ടി നിങ്ങൾ മാറ്റണം എന്ന് തോന്നരുത് നിങ്ങൾക്ക്. ഇപ്പൊ നമ്മളെ കയ്യിൽ 15 മോഡലിന്റെ മുകളിലുള്ള വണ്ടികളാണ് വെൽ മെയിൻറ്റൈൻഡ്. വണ്ടി എടുത്ത ഒരു 5 കൊല്ലത്തിന് സമാധാനമായിട്ട് പോകാം. അത്ര ഗ്യാരണ്ടി വണ്ടികൾ മാത്രം. അതെ. ചോദിക്കുന്ന റേറ്റ് 8.4 ലക്ഷം രൂപ കൊടുക്കാം. ലോൺ നമുക്ക് 8.5 ലക്ഷം വരെ ലോൺ. 8.5 ലക്ഷം 25,000 ക്യാഷ് ബാക്ക് കൊണ്ടുപോകാം. കസ്റ്റമർക്ക് ഇനി ഒരു ഓണം ആഘോഷിക്കാനുള്ള ഓണക്കോടി കൊടുക്കുക. ആ പൈസ നമ്മൾ തരുന്നില്ലേ. അടുത്ത വണ്ടി വീണ്ടും WR 3-ാമത്തെ. ഇത് പെട്രോൾ ആണ്, അടുത്ത ഡീസലാണ്. അപ്പൊ എങ്ങനെ മോഡൽ? ഇത് 2020 മോഡല്, 21 രജിസ്റ്റർ, 40,000 കിലോമീറ്റർ, പെട്രോൾ ആണ്. ഇതും ഫുൾ ഓപ്ഷൻ ഡീസൽ അല്ല, പെട്രോള്. BS6 ആണ്. അതായത് WRV ഒരു 21 വരുന്ന ഷേപ്പ്. ചെറിയ മാറ്റം, ഈ ഗ്രില്ലിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. നോക്കി കഴിഞ്ഞാൽ അറിയാം, ഈ ഗ്രില്ല് ഈ ചെറിയ ഇല്ലുകൾ മാറ്റിട്ട് ഇല്ലുകൾ, ആ ഒരു മാറ്റമുള്ളൂ, വേറെ ഒന്നും മാറ്റില്ല. പിന്നെ ഇതില് ആഡ് ഓൺ ആയിട്ട് പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ബാക്ക് ലൈറ്റ്, ടൈം ലൈറ്റ് ഒക്കെ പ്രൊജക്ടർ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് പ്രൊജക്ടർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറാ. എല്ലാ ഭാഗങ്ങളും സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, പിന്നെ ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി വരുന്നതാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. BS4 വണ്ടിയാണെങ്കിൽ ഈ വണ്ടിക്ക് 12 to 14, 15 കിലോമീറ്റർ മൈലേജ് ഉള്ളത്. ഇത് BS6 വണ്ടിയാണ്, 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഡീസലാണ് 24 കിട്ടും. ഇത് BS6 ആണ്, മൈലേജ് 17 കിട്ടുന്നുണ്ട്. 1.5 ആണ് എഞ്ചിന്. ഈ വാഹനം നമുക്ക് നമ്മൾ റേറ്റ് ഇട്ടേക്കുന്ന റേറ്റ് 9 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാന്ന് പറഞ്ഞു. 8.4 ലക്ഷം രൂപക്ക് ഈ വണ്ടി കൊടുക്കും. 25,000 കുറച്ചു ഓണക്കോടി. 25,000 രൂപ സ്പോർട്ട് കുറച്ച് 8.4 ലക്ഷം രൂപക്ക് ഈ ഒരു 21 വണ്ടി, ഒരു ക്ലെയിമോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി നമുക്ക് സൺറൂഫുള്ള വണ്ടികൾ കൊടുക്കാൻ പറ്റും. അതായത് സിംഗിൾ ഓണർ കേട്ടോ. ഇൻഷുറൻസ് ഇപ്പൊ നിലവിൽ ഇന്ന് തരുന്നുണ്ടാവും, നാളെ പുതിയ എടുത്തു കൊടുക്കാം. വണ്ടി എടുക്കണം അന്ന്
റോഡ് കിടക്കുമ്പോ പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ്. പണ്ടത്തെ കച്ചവടം നമ്മൾ ചെയ്തിരുന്നൊക്കെ നമുക്ക് തന്നെ അറിയാം. ഫസ്റ്റ് ക്ലാസിന്റെ പൈസ നിങ്ങൾ കൂട്ടിക്കോളി, തേർഡ് പാർട്ടി ഞാൻ തരാന്ന് പറഞ്ഞു. അത് ഒഴിവാക്കി നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിനാണ് ചെയ്തു തരാണ്. നിങ്ങളെ കൊണ്ടുപോകുമ്പോ സന്തോഷത്തിൽ കൊണ്ടുപോകും, ഹാപ്പി ആയിട്ട് പോകണം. ഹാപ്പി ഓണം തന്നെ പറഞ്ഞു. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും WRV നാലാമത്തെ WRV 2019 മോഡല്, സിംഗിൾ ഓണർ, ഡീസല്, 89,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 86,000-89,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. ഇൻഷുറൻസ് പുതിയതുണ്ട്, പുതിയ എടുത്തു കൊടുക്കും കസ്റ്റമർക്ക്. ഫസ്റ്റ് ക്ലാസ് പുതിയ ഇൻഷുറൻസ്. 9 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. 8.25 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 8.25 കൊടുക്കുന്ന 25,000 ഇതിമ്മലും ഏറെ കൊടുക്കും. 25,000 രൂപ ക്യാഷ് ബാക്ക് കൊടുക്കാം. 2019 WRV നമുക്ക് 8.25 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. IT ഉള്ള കസ്റ്റമർ അല്ലാതെ സാധാരണ കസ്റ്റമർ ആണെങ്കിൽ ബാങ്കിങ് വേണം കേട്ടോ. കാരണം 1 ലക്ഷം ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്തിനാണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് 5 ലക്ഷത്തിന് മുകളിൽ ലോൺ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കിട്ടണം. എങ്കിലേ നിങ്ങളെ AQB നമുക്ക് ചെക്ക് ചെയ്യണം, ആവറേജ് ബാലൻസ് ചെക്ക് ചെയ്യാണ്. അതായത് എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാല് 5, 10, 15, 20, 25, 30 ഈ ഡേറ്റുകളിൽ നമ്മൾ ആവറേജ് ബാലൻസ് ചെക്ക് ചെയ്തിട്ട് ഒരു ശരാശരി അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് എത്രയെന്ന് EMI ആയിട്ടും കാൽക്കുലേഷൻ ചെയ്യാനാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അല്ലാതെ നിങ്ങളെ ഇടപാട് കിട്ടാനല്ല. അതുകൂടി മനസ്സിലാക്കുക. എല്ലാ ആളുകൾ എന്തിനാ സ്റ്റേറ്റ്മെന്റ് ഇത് മതിയെന്ന് ചോദിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്തിട്ട് ഇന്റെ ആവറേജ് ബാലൻസ് ഇന്റെ AQB ഇത്രയെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് മാറ്റാങ്ങളവിടെ വെച്ചോളി. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാവർക്കും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞെടുക്കാത്തത്. അത് എന്തിനാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കൊടുത്തത്. ഇത് എന്നാൽ 25,000 ഏറെ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. 8.25 വെച്ചാണ്ട് 9 ലക്ഷം രൂപ ലോണും ചെയ്തു. 9-9.25 വരെ ലോൺ ചെയ്തു. ആ കസ്റ്റമർ 750 സിബിൽ സ്കോറിന്റെ മുകളിലുള്ള കാര്യം പറയുന്നത്. താഴത്തൊക്കെ ആകുമ്പോ അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങളൊക്കെ ഒരു താഴത്തൊക്കെ ആകുമ്പോഴത്തിന്റെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കും. അടുത്ത വണ്ടി ചെറിയ കായ്ക്കും ചെറിയ മുടക്കലും ഇന്നോവ കൊടുക്കാം. അത് കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. 55-33 ഫാൻസി ആണ്. 2010 ലാസ്റ്റ് മോഡല്. സെപ്റ്റംബർ 9 മാസം 10 മാസം വണ്ടി. 7 സീറ്റ് വണ്ടി. 7 സീറ്റർ അല്ല, 8 സീറ്റാണ്. 8 സീറ്റാണ്. അലേവിയില് ഫിറ്റിംഗ്സ്, ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ 3 ടയറും ഒരു 90% ഉപയോഗിക്കാൻ നല്ല അടിപൊളി ടയർ ഉണ്ട്. വന്ന കണ്ടീഷനിലാണ്. കസ്റ്റമർക്ക് അടിപൊളിയായിട്ട് നോക്കിയിട്ട് എടുത്തോട്ടെ. ഗ്ലാസ് മാറി കിടക്കാണ് വണ്ടി. മെയിൻ ഗ്ലാസ് മാറിയിരിക്കണം. അതിന് തേങ്ങ അടിച്ചാണോ പട്ട അടിച്ചാണോ ഒന്നും പറയുന്നില്ല. അതെന്താണെങ്കിലും മാറിയിരിക്കുന്നത്. കേരള വണ്ടി തന്നെയാണ്. ഈ വണ്ടി നമുക്ക് 2.30 2.35 ഓടിയിട്ടുണ്ട്. ഇഷ്ടമൊക്കെ കസ്റ്റമർ വന്ന് ഇട്ടിട്ട് എടുത്താൽ മതി. ഈ 2010 എന്ന് പറയുമ്പോ നമ്മള് വണ്ടി ചെന്ന് ഹിസ്റ്ററി മെക്കാനിക് കാര്യങ്ങളൊക്കെ എഞ്ചിനൊക്കെ പക്കാ കണ്ടീഷനാണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല സീറ്റ്. ടച്ച് സ്ക്രീന് 9 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് റേറ്റ് ഉദ്ദേശിക്കുന്നത് 5.40 വണ്ടി കൊടുക്കാം. 5.5 ചോദിക്കുന്നത് 5.40 കൊടുക്കാം. 10 മോഡൽ കേരള വണ്ടി ടൈപ്പ് 4 ആണ്. അടിപൊളി വീലും അലോവീലും ടച്ച് സ്ക്രീനും ഒക്കെ ചെയ്തിരിക്കുന്നത്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. 4 ലക്ഷം 5 ലക്ഷം IDV ഉള്ള ഇൻഷുറൻസും ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട്. ഈ വണ്ടിയാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നത്. 5.40 കൊടുക്കുന്നത്. ലോൺ ഒരു 3 ലക്ഷം വരെ ലോണും ചെയ്യാം. മാക്സിമം 3.4 വരെ ലോൺ നമുക്ക് കയറ്റി കൊടുക്കും. 2 ലക്ഷം മുടക്കാണ്ട് അടിപൊളി ഒറിജിനൽ കേരള വണ്ടി 10 മോഡൽ ഇന്നോവ കൊണ്ടാകാം. അതെ, നല്ല അടിപൊളി വണ്ടി അല്ലേ. അടുത്ത വണ്ടി ന്യൂ ഷേപ്പ് ബലേനല്ലേ, ചുറുക്കിന്റെ കട്ടുള്ള വണ്ടി. അതായത് വണ്ടിന്റെ ലുക്ക് വേറെ ലെവലാണ്. 360 ക്യാം, അതുപോലെ തന്നെ ഒരുപാട് ഫിറ്റിംഗ്സ്. 6 എയർ ബാഗ് കേട്ടോ. 6 എയർ ബാഗ് ഉണ്ട്. 6 എയർ ബാഗ്, 360 ക്യാം, സബ്, ആംബ്, ഒരുപാട് ഫിറ്റിംഗ്സ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. ആൽഫയാണ്. 22 ലാസ്റ്റ് വരുന്ന ക്വാളിറ്റി വാഹനം. നല്ല ക്വാളിറ്റി അടിപൊളി വണ്ടി. വണ്ടി വന്ന കണ്ടീഷൻ കേട്ടോ. 4 ടയറും മുള്ളു പോലും പോകാത്ത പുത്തൻ ടയർ, കരിമ്പുത്തൻ ടയറും ഉണ്ടല്ലേ. അതെ, വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഇൻഷുറൻസ് നിലവിൽ പമ്പട്ടുമ്പർ ഉണ്ട്. നിലവിൽ ഈ മാസം ലാസ്റ്റ് തീരും. മറ്റേ തേർഡ് പാർട്ടി എന്തായാലും ഒരു കൊല്ലത്തേക്ക് കൂടി ഉണ്ട്. ആഡ് ഓൺ ചെയ്താൽ മതി. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഷോറൂം കണ്ടീഷൻ ആണ്. ഷോറൂം
ചെറിയ ക്ലെയിം ഉണ്ട് വണ്ടിമേ. ഈ വണ്ടി നമുക്ക് 12 സംതിങ് വില വന്നിട്ടുള്ള പുതിയ വണ്ടി ഇന്ന് മാർക്കറ്റിൽ 9.5-10 ഉള്ളിൽ വിൽപ്പന ഉള്ള വാഹനമാണ്. നമ്മളിപ്പോ 7,90,000 രൂപ 7,90,000 രൂപ ഇപ്പൊ ആവശ്യപ്പെടുന്നത്. ഫൈനല് നമുക്ക് ഓണം പ്രമാണിച്ച് ഒരു 7,75,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 7,75,000 രൂപയ്ക്ക് ഫൈനലാക്കി വണ്ടി കൊടുക്കാം. 2022 ലാസ്റ്റ് ആൽഫ വരുന്ന ന്യൂ മോഡലിന്റെ 360 ക്യാമും ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ള ഈ ഒരു വാഹനം ഈ ഒരു റേറ്റിന് വേറെ കിട്ടൂല. കേരളത്തിൽ കമ്പനി വാറന്റി ഉണ്ട് വണ്ടിക്ക്, പറയേണ്ട ആവശ്യമില്ല. ചെറിയ ക്ലെയിമുള്ള വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. കമ്പനി എന്നല്ലാതെ ഒരു നൂല് പോലും മാറിയില്ല, ഒരു നെറ്റ് പോലും ടൈറ്റ് ആക്കിയില്ല. എന്ത് പേടിക്കുന്ന കസ്റ്റമർ ഷോറൂമിൽ കൊണ്ടുപോയിക്കോട്ടെ, കൊണ്ടുപോയിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഇപ്പൊ നിലവിലുണ്ടെങ്കിൽ കമ്പനി തന്നെ മാറ്റി കൊടുക്കും. എന്താ പേടിക്കാൻ? വണ്ടി അന്ന് ഇന്ന് ബേസ് ഓപ്ഷൻ ആണെങ്കിൽ ഇതിന് വില കൂടുതൽ കൊടുക്കണം. 7,25,000 രൂപന്റെ മുകളിൽ അടിച്ച വിലനെ കിട്ടണമെങ്കിൽ ഇപ്പൊ വേണം. ഇത് എല്ലാ ഓപ്ഷനും വരുന്നത്. പ്രൊജക്ടർ ലാമ്പ്, DRL, ഡയലൈറ്റ്, റണ്ണിംഗ് ലൈറ്റ്, മിറർ ഫോൾഡിംഗ്, ഇലക്ട്രിക്കല്, ഡയമണ്ട് കട്ട് വീല്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, ഒരുപാട് ക്രോം വർക്കുകളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെന്നെ ഏകദേശം ഒരു 10,75,000 രൂപന്റെ മുകളിൽ ഫിറ്റിംഗ്സ്, സബ്, ആമ്പ് അങ്ങനെയുള്ള ഒരുപാട്. പെട്രോള് മൈലേജ് കമ്പനി പറയുന്നത് 22-23 ഒക്കെയാണ്. 20 കിലോമീറ്ററിന്റെ അടുത്ത് നമുക്കിപ്പോ ഓടിച്ചു വന്നപ്പോ സിംഗിൾ ഡ്രൈവിലേക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് 50,000 കിലോമീറ്റർ ഇപ്പൊ നിലവിൽ വണ്ടി ഓടി. 48,000 ഇപ്പൊ ടയർ മാറി 2,000 താഴെ ഇപ്പത്തെ ടയർ ഓടിയിട്ടുള്ളൂ. ഒക്കെ നല്ല ടയർ നോക്കിയാൽ മതി. അറിയാം ഈ ഡേറ്റ് ഉണ്ടാവും. 24 ഡേറ്റ് ഇല്ലെങ്കിൽ വണ്ടി ടയർ ഞാൻ നിങ്ങൾക്ക് മാറ്റി 24 ടയറും തരും. പുത്തൻ ടയർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ, അതാണ് നമ്മള്. അടുത്ത വണ്ടി നല്ല അടിപൊളി ഇഗ്നസ് ആണ്, ചെറിയ കഴിഞ്ഞ വണ്ടി, ഓട്ടോമാറ്റിക് ഇഗ്നിസ്. ഓട്ടോമാറ്റിക് ആണ്, അതും സീറ്റ ഓപ്ഷന്. ഇനി ഇതിന്റെ മറ്റേ ഒന്നും എക്സ്ട്രാ ചെയ്യണ്ട. മറ്റേ ഡുവൽ ടൂൺ ആണ് കമ്പനി വരുന്നത്. അലോയിലുണ്ട്. ബാക്ക് ടയർ 50% ഉള്ളൂ. ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഉണ്ട്. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ. 1.10 ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനിന്ന് അല്ലാതെ ഒരു സർവീസും ചെയ്തിട്ടില്ല, നൂല് പോലും മാറ്റില്ല. 2017 ലാസ്റ്റ് ഇഗ്നിസ്, ഓട്ടോമാറ്റിക്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷന് ഒക്കെ വരുന്ന വാഹനം, സ്റ്റാരിംഗ് കൺട്രോൾ ഒക്കെ വരുന്ന വാഹനം. നമുക്ക് ഈ വാഹനം 5.25 ലക്ഷം രൂപ കൊടുക്കാം. 5.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കണം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഉറപ്പ് മുടക്കാതെ 5.25 ലക്ഷം രൂപയ്ക്ക് അടിപൊളി ഇഗ്നസ്, അതും ഓട്ടോമാറ്റിക് ഫുൾ ലോൺ തരും. ആ കമ്പനി വരുന്ന വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്, 2 ടയർ പുതിയതുണ്ട്, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി കസ്റ്റമർ റീപ്ലേസ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട്. നമ്പർമൊക്കെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. കാരണം അത് നമ്മൾ പുതിയതാണ് ക്ലിയർ ആക്കി നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റി നല്ല കിണ്ണക്കാച്ച വണ്ടിയായിട്ട് കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഓണം നീ ആഘോഷിച്ചിട്ടില്ല എന്ന് പറയരുത്. ഓഫർ വിലയിലും ഇതൊക്കെ ഇപ്പൊ നിലവിൽ 5.25 ലക്ഷം രൂപയുടെ മുകളിൽ വില വിൽക്കുന്ന വണ്ടിയാണ്. നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാം. 5.25 ഓപ്ഷൻ കുറഞ്ഞല്ലോ. സിഗ്മ, ഡെൽറ്റ അല്ല, ഓപ്ഷനിൽ കിട്ടണം. 5.25 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊടുക്കുന്ന വണ്ടിയാണ് 5.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. കസ്റ്റമർ ഡയറക്റ്റ് വന്നോട്ടെ, ഞാൻ മാക്സിമം കുറക്കാത്തൊരു വണ്ടി കൊടുക്കൂല. വണ്ടി കസ്റ്റമർ കൊണ്ടുപോട്ടെ, അതിന് സങ്കടപ്പെടരുത്. വണ്ടി നല്ല വണ്ടി നമുക്ക് കിട്ടിയിട്ടോ എന്ന് പറയരുത്. അടുത്ത വണ്ടി നല്ല അടിപൊളി വാഗണർ, ന്യൂ മോഡൽ വാഗണർ 1.2 ലിറ്റർ, അതും VXI ഓപ്ഷനിൽ. അതായത് അടിപൊളി സീറ്റുകൾ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. 4 ടയർ, ഒരു 90% ഉപയോഗിക്കാൻ പറ്റുന്ന 4 ടയറുണ്ട്. ഇൻഷുറൻസും പുതിയതാണ്. കസ്റ്റമർ 2020 നവംബർ വണ്ടി, 20 ലാസ്റ്റ് 21 തന്നെ പറയാം. ഈ ഒരു വണ്ടി ഇപ്പൊ 5.5 ലക്ഷം രൂപ, 5.25 ലക്ഷം രൂപയ്ക്ക് വിൽപ്പന ഉള്ള വണ്ടി കേട്ടോ. പുത്ത വണ്ടിക്ക് 7 ലക്ഷത്തിന്റെ മുകളിൽ വില വന്നിട്ടുള്ള വണ്ടിയാണ്. 6.25 7ന്റെ അടുത്ത് വില വന്നിട്ടുള്ള വണ്ടി. ഇത് നമുക്കിപ്പോ ഓഫർ റേറ്റ് 4.90 കൊടുക്കാം. 20-21 വണ്ടി 4.90 കൊടുക്കാം. ചെറിയ ക്ലെയിം ഉണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. പക്ഷെ ഒരു പേരും മേടിക്കണ്ട, ഷോറൂമിൽ നിന്നല്ലാതെ ഒരു നെറ്റ് പോലും മാറ്റില്ല. കമ്പനിയാണ് ചെയ്തത്. പുറത്തുനിന്ന് ഈ
പുറത്തുനിന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് പേടിക്കണ്ടുള്ളൂ. കാരണം കമ്പനിയിൽ 70,000 കൊട്ടേഷൻ പറയുമ്പോ ആ കമ്പനി പുറത്തുനിന്ന് ഞാൻ 16,000 ചെയ്തു തരാന്ന് പറയുമ്പോ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനത്തെ പണിയല്ല നമ്മള്. ഷോറൂമിൽ നിന്ന് വർക്ക് എടുത്താണെങ്കിൽ പേടിക്കണ്ട, അത് നമുക്ക് കാരണം അവർക്ക് ധൈര്യമാണ്. ഇപ്പൊ സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ള കസ്റ്റമർക്ക് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. മെക്കാനിക് ഒക്കെ 100-110 1.2 വണ്ടിയാണ്. 1 ലിറ്റർ അല്ല, 1.2 ലിറ്റർ 5 വരുന്ന വണ്ടി 490 ഈ ഒരു റേറ്റ് നല്ല ഓഫർ റേറ്റ് ആണ്. കൊണ്ടുപോട്ടെ, ഫുൾ ലോണും ചെയ്തു, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. അടുത്ത വണ്ടി വീണ്ടും ക്രെറ്റകൾ. എത്രങ്ങാനും ക്രെറ്റകളിലെ വണ്ടികൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്നോണ്ട് നിൽക്കും. വണ്ടികൾ ഇങ്ങനെ വന്നോണ്ട് വണ്ടികൾ ഇനി കുറഞ്ഞെന്നുള്ള പേര് വേണം. അതാണ് ഏത് വണ്ടിക്കും വിളിച്ചാൽ നമ്മള് സെറ്റ് ആയി ഫോർഡ് എൻഡോറോ ആണോ തപ്പി തെരഞ്ഞെടുക്കാൻ തരും. അതെ, എങ്ങനെ മോഡൽ? 2018 ലാസ്റ്റ് ആണ്. സിംഗിൾ ഓണർ, 0 ക്ലെയിമുകളാ. വണ്ടി ഷോറൂം സർവീസ് ആണ്. 17 അറിയുമ്പോ 3000 സൺറൂഫ് ഇതിനുണ്ട് ഒക്കെ ഉള്ള വണ്ടി. ഓട്ടോമാറ്റിക് ആട്ടത്, പെട്രോൾ ഓട്ടോമാറ്റിക്. 12.25 12.5 വിൽപ്പന വില ഉള്ള വണ്ടി 10.5 ലക്ഷം രൂപ. 10.5 ലക്ഷം രൂപ തട്ടിയ വണ്ടിയാണ്. ക്ലെയിം ഉള്ള വണ്ടിയാണ്, പറയണ്ട. 0 ക്ലെയിം, ഒരു ക്ലെയിം 10.5 ലക്ഷം രൂപ കൊടുക്കാം. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, സിംഗിൾ ഓണർ. ഇനി നിങ്ങൾ പറയും തട്ടിയ വണ്ടിയാണോ ഫുൾ ഓണിൽ കൊടുക്കുന്നത്? നിങ്ങളെ വന്ന് ചെക്ക് ചെയ്തോളൂ, നല്ല ഗ്യാരണ്ടി പറഞ്ഞിട്ട് നമ്മൾ തരുന്നുണ്ട്. പറ്റിച്ചില്ല, കറക്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നല്ലോ. അത് റീപ്ലേസ് ആണ്, അതിന്റെ വില കുറയുന്നുണ്ട്. 5.5 ലക്ഷം 5.25 ലക്ഷം രൂപന്റെ വാഗനർ നമ്മൾ കൊടുക്കുന്നത് 490. റീപ്ലേസ് ഉണ്ട്, കാരണം കമ്പനി വണ്ടി 21-22 വണ്ടി എല്ലാവരും 5.25 ചോദിക്കുമ്പോൾ നമ്മൾ 490. കസ്റ്റമർക്ക് അതിന്റെ ബെനിഫിറ്റ് കൊടുത്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. കസ്റ്റമർ ഒരു കുഴപ്പമില്ല, വണ്ടി എടുക്കാൻ പാഞ്ഞു വരികയാണ് കസ്റ്റമർ. അതേപോലെയുള്ള വണ്ടി, നല്ല വണ്ടികൾ നമുക്ക് തപ്പി നടക്കണമെങ്കിൽ ഒരു ക്രെറ്റ നിലവില് 1,03,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, മിറർ ഫോൾഡിങ്, പുഷ് ബട്ടണ്, 1.6 XX ഓപ്ഷൻ വരുന്ന വാഹനം, ഓട്ടോമാറ്റിക് ആണ്. ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോളില്, ഓട്ടോമാറ്റിക്കില്. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്, ഫുൾ പക്ക ക്ലിയർ വണ്ടിയാണ്. നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് വീലാണ്, ടയർ കണ്ടീഷൻ ഒക്കെ 90% ഉണ്ട്. ഈ ഒരു വാഹനം 10.5 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 12 വരെ നമുക്ക് ഐറ്റിനെങ്കിൽ ലോൺ ചെയ്യാം. 1.5, 2, 3 ലക്ഷം ക്യാഷ് ബാക്ക് തരുവാണല്ലേ, അത്ര ഗ്യാരണ്ടി ഉള്ള വണ്ടി. അടുത്ത വണ്ടി അടിപൊളി സാധാരണക്കാര ചെറുവണ്ടിയിലെ അൾട്ടോ 800, 55,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടി. ടയർ 2 പുതിയത്, 2 90%. വേറെ മേജർ ആക്സിഡന്റും റീപ്ലേസും കാര്യങ്ങളും ഒന്നുമില്ല. കസ്റ്റമറെ നമ്മളെ കൊടുന്ന് നിർത്തി തന്നതാണ് വണ്ടി. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്. നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ ആയിട്ടില്ല. നമ്മളൊരു വണ്ടി എടുത്തു അവര് പോയിരുന്നു, പക്ഷെ അവർ 2 വണ്ടി വീർത്താല കാർ പോർച്ച് കുറവാണ്. ഒരു വണ്ടി അങ്ങനെയൊന്നും അല്ലാതെ നമ്മള് അങ്ങനെയല്ല, പാർക്ക് ആൻഡ് സെയിലെ നിർത്തിയല്ല. അത് കസ്റ്റമർ വന്ന് നമുക്കൊരു കസ്റ്റമറാണ്, നമ്മളെ കസ്റ്റമറാണ്, അത്രയും വേണ്ടപ്പെട്ട കസ്റ്റമർ. അവര് നമുക്ക് ഒരു കാര്യം പറയുമ്പോ ചെയ്യാതെ 2014 മോഡല്, 15 രജിസ്റ്റർ. അവർ 2.20 ചോദിച്ചത്, 15 കൊടുക്കാന്ന് പറഞ്ഞത്. ഇൻഷുറൻസ് നിലവിൽ തീർന്നുകൊണ്ട് പുതിയ എടുത്തു കൊടുക്കും. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് ചാവി ഉണ്ട്, സെൻട്രൽ ലോക്ക് ഉണ്ട്, സെറ്റ് ഉണ്ട്, അടിപൊളി പുതിയ 2 ടയർ ഉണ്ട്. ബാക്ക് ടയർ 90% ഉണ്ട്. ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ 110 വണ്ടിയാണ്. അടിപൊളി വണ്ടിയില്ലേ? 2.15 കൊടുക്കാം. ലോൺ എത്ര ഇല്ല, ഒരു 1.25 വരെ ലോണും മാക്സിമം ലോൺ ഒരു 10-30,000 40,000 50,000 മുടക്കാണ്. നല്ല അടിപൊളി 50,000 കിലോമീറ്റർ. അതെ അതെ, ഗ്യാരണ്ടി ഉണ്ടല്ലേ? കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ഉള്ളല്ലേ? ഇഷ്ടമുള്ള വണ്ടി. അടുത്ത വണ്ടി ബ്ലാക്ക് എഡിഷൻ അൾട്ടീസ്. അടിപൊളി അൾട്ടീസിലെ ഇത് ഇപ്പൊ വന്ന് സർവീസ് ചെയ്തില്ലട്ടോ, അപ്പൊ വന്നിട്ടുള്ളൂ. സർവീസും പോളിഷും ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മിയാണ്. റീപ്ലേസ് വണ്ടിമല്ല. 2011 വണ്ടിയാണ്, റീപ്ലേസ് ഇപ്പോഴും വണ്ടിമല്ല. 2011 തേർഡ് ഓണർ, 1.40 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഷോറൂമില് നമ്പർ KL 55 W1277 അടിച്ചു കൊടുത്തിട്ട് ഹിസ്റ്ററി കിട്ടും, ഉള്ള വണ്ടിയാണ്. ടയർ ഭാഗം ഒരു 60% ടയർ ഉണ്ട്, അലോവിയിലുണ്ട്, ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് 3.90 അത്ര ചോദിക്കുന്നത്.
മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ ഡയറക്റ്റ് വരികയാണെങ്കിൽ ബ്ലാക്ക് അൾട്ടിസ് തപ്പി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇത് പെയിന്റ് അടിക്കാൻ വേണം 10,000 രൂപ. സിൽവറും വൈറ്റ് ഒക്കെ എടുത്തിട്ട് ബ്ലാക്ക് അടിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ് ഒറിജിനൽ ബ്ലാക്ക് കളർ വണ്ടി ഈ വാഹനം നമുക്ക് 9,390 ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി റീച്ച് ചെയ്ത വണ്ടി 19-ലോ 18-ലോ റീ ആയതാണ്. കണ്ടീഷൻ വണ്ടി അവിടുത്തെ പ്രൈവറ്റ് വണ്ടി ബ്ലാക്ക് വേണമെന്ന് കരുതി ഇവിടെ ഇരുന്ന് കൊണ്ടുപോയാളാ. പാണ്ടിക്കാടാണ് ഇതിന്റെ ഓണറെ വീട്. അവര് ഡയറക്റ്റ് പോയി എടുത്താ വണ്ടി അല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി ലിവ ഡുവൽ ടോൺ കളർ വെന്റാണ്. ചെയ്തതല്ല, അല്ല കമ്പനി ചെയ്തതാണ്, നമ്മൾ ചെയ്തതല്ല. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ. കമ്പനി അല്ലാതെ ഒരു സർവീസും ചെയ്തിട്ടില്ല. ഇപ്പൊ കമ്പനി വരെ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ. നിർത്തിയതാണ്. സർവീസ് ബുക്ക് സെറ്റാവി, റിവേഴ്സ് ക്യാമ്, ടച്ച് സ്ക്രീന്, ലെതർ സീറ്റ് ഒക്കെ ഉണ്ട്. 4 അല്ല 5 പുത്തൻ ടയർ, 5 ഇൻഷുറൻസ് 2 മാസം കൂടി ഫസ്റ്റ് ക്ലാസ് അല്ല പമ്പർ ടോമ്പർ കമ്പനി ഇൻഷുറൻസ് ഉള്ള വണ്ടി. മേജർ ആയിട്ടുള്ള ടോട്ടൽ ലോസ് ഓഫ് ബ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. 1.30 ഇപ്പൊ 1.30 സർവീസ് 1.29 ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയാണ് ബാക്ക് വൈപ്പർ, അലോയ്, ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമ്, സെൻസർ, ഡയമണ്ട് അടിപൊളി വണ്ടിയാണിത്. ഒന്നും പറയാനില്ലേ. 7 ലക്ഷം റുപ്യ കൊടുക്കാൻ വേണ്ടി 7 ലക്ഷം രൂപ കൊടുക്കാം. കേരള വണ്ടി സിംഗിൾ ഓണർ. ഒറിജിനൽ കേരള വണ്ടിയാണ്. സിംഗിൾ ഓണർ. 23 കിലോമീറ്റർ 22 കിലോമീറ്റർ മൈലേജും കിട്ടും. ഡീസൽ മൈലേജ് കിട്ടും. വണ്ടി വെൽ മെയിൻറ്റൈൻ വണ്ടി. വണ്ടി എടുത്തിട്ട് നിങ്ങൾ ഒരു 100 റുപ്യന്റെ ചെലവാക്കാനില്ല. കൊണ്ട് പോട്ടെ. വണ്ടി മെയിൻറ്റെയിൻസ് പറഞ്ഞിട്ട് വേറെ ഒന്നും വരാനില്ല. അതാണ് ഈ ഒരു ലിവന്റെ ഡിമാൻഡ് ഇപ്പോഴും ഇതേമാതിരി നിൽക്കാനുള്ള കാരണം. കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോ ഈ വണ്ടിക്ക് 8.25 ലക്ഷം റുപ്യ, 890, 9ന്റെ മുകൾക്ക് പോയിട്ടില്ല ഈ വണ്ടിന്റെ വില. 8ന്റെയും 9ന്റെയും ഇടയിലേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും ഈ വണ്ടി 7 ലക്ഷം റുപ്യക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടിന്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് അതുകൊണ്ടാണ് ഈ വണ്ടി മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ശരിക്കും വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇപ്പോൾ 6-6.25 റേറ്റ് വിൽക്കേണ്ട വണ്ടിയാണിത്. ഇപ്പോഴും 7 ലക്ഷം റുപ്യക്ക് വണ്ടി വിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വണ്ടി പായി ഉണ്ടെങ്കിൽ 6.25 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം കയറും. 6.25 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 50,000 മുടക്കുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി. ആ വണ്ടി കസ്റ്റമർ വന്ന് നോക്കിക്കോട്ടെ, കുറ്റം പറയാനൊന്നുമില്ല. അടുത്ത വണ്ടി നല്ല അടിപൊളി മുന്തിരി കളർ XUV 500 ആണല്ലേ. XUV 500 സിംഗിൾ ഓണർഷിപ്പ്, ഒറിജിനൽ കേരള വാഹനം, ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 12 ലക്ഷം 13 ലക്ഷം ഒക്കെ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് പോരി എത്ര ഞങ്ങൾ പറഞ്ഞാൽ 12 ലക്ഷം റുപ്യ മാർക്കറ്റിൽ 18 ലാസ്റ്റ് മോഡൽ വണ്ടിക്ക് വിൽപ്പനുള്ള വണ്ടിയാണ്. ഒരു എന്ത് വില നിങ്ങളൊരു പ്രതീക്ഷ ഉണ്ടാവും? 12 ലക്ഷം വില ഉള്ളത് ഏകദേശം 10 രൂപ എടുക്കുവോ? 9,90,000 നമ്മൾ ചോദിക്കുന്നത് വണ്ടിക്ക്. 990 അതിലും കുറവാ, 10-നും താഴെ നമ്മൾ ചോദിക്കണുള്ളൂ. മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ബ്ലഡ് കാര്യമൊന്നുമില്ല. 1.18 ഓടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് XUV കേട്ടോ. അതും സിംഗിൾ ഓണർ. കാണൂല, കിട്ടലില്ല, വളരെ കുറവാണ് ഓട്ടോമാറ്റിക് വണ്ടി. അത് എല്ലാവരുടെ കയ്യിലും 12.25, 13, 13.5 വണ്ടിക്ക് വരാം. നമ്മളെ കയ്യിൽ വരുമ്പോ ഇതാണ് അവസ്ഥ. ഓണർ സിംഗിൾ. മാക്സിമം റേറ്റ് കുറയ്ക്കുന്നത് ഒന്നും ബുദ്ധിമുട്ടാകണ്ട. നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കമ്മി വരുന്നല്ല, അടിപൊളി അലവിൽ വേണം. അങ്ങനെ കമ്മി തോന്നി നിങ്ങൾക്ക്? അലവിലിന് കമ്മി അങ്ങനെ കമ്മി തോന്നിയെങ്കിൽ ഈ ഓണം ഓഫർ ആയിട്ട് ഒരു അലവിലാണ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു കാര്യം പറയുമ്പോ നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ? അലവിലിട്ടാണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് വില കൂടൂലെന്നപ്പേ. വില കൂടുതലില്ല, വിലയും കസ്റ്റമർ ഈ വിലയിൽ തന്നെ പുതിയ അലവില്, പുതിയതല്ല അലവിൽ സെറ്റ് ആക്കി കൊടുക്കുക. പേടിക്കേണ്ട. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എയർ ബാഗ്, ABS, അലവിലും വരും. അപ്പൊ മിറർ ഫോൾഡിങ് വരും. എല്ലാം വരുന്ന നല്ല കുഞ്ഞ് സിംഗിൾ ഓണർ വരും. ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ 1.18 ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസുമാണ്. അപ്പൊ ഹിസ്റ്ററി വന്നോളൂ. സിംഗിൾ ഓണർ XUV റീപ്ലേസ് ഇല്ലാത്തൊരു വണ്ടി തപ്പി ഇറക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി 10 ലക്ഷം രൂപയുടെ താഴെ. ഡീസൽ ഓട്ടോമാറ്റിക് തരും വണ്ടി. അത് അലവിലിട്ടിട്ടും തരും. അതെ, ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി. അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ടച്ച് സ്ക്രീനൊക്കെ കമ്പനി വരുന്നുണ്ടത്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റോഡിൽ പോകുമ്പോ അമർന്ന് ആപ പോകുന്ന. വണ്ടി നല്ല പെർഫോമൻസും നല്ല സ്റ്റെബിലിറ്റിയും
ഓട്ടോമാറ്റിക് XUV ഉപയോഗിച്ച ആളുകൾ അതൊക്കെ അറിയാൻ പറ്റും. കാരണം ഇതിൽ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ സസ്പെൻഷൻ ആണ്. അലൈൻമെന്റ് ചെയ്യുമ്പോൾ ബാക്കും അലൈൻമെന്റ് ചെയ്യാണ്ട് ഫ്രണ്ടും അലൈൻമെന്റ് ചെയ്യാണ്ട് അതിന്റെ യാത്രാ സുഖം വണ്ടിയിൽ കാണാനുണ്ട്. വീടിന്റെ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോ കാണാം.